ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം ജേണി മീഡിയ. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിന്ന് വ്യത്യസ്തമായ എന്നാൽ അതീവ രുചികരമായ ഒരു പായസം ഉണ്ടാക്കി നോക്കാം. ഇളനീർ പായസം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായും കരിക്കിലും കരിക്കൻ വെള്ളത്തിലുമാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. നമ്മൾ 2 കരിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കരിക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ആദ്യമായി നമുക്ക് കരിക്കിൻ്റെ കഴമ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കരിക്കിൻ്റെ വെള്ളം, കരിക്കിൻ്റെ കഴമ്പ് എടുത്ത അതേ അളവിൽ തന്നെ കരിക്കിൻ്റെ വെള്ളം 1 കപ്പ് ഈ മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ബാക്കി പകുതി വരുന്ന കരിക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായി നമുക്കൊരു ഉരുളി ചൂടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ്. ഉരുളി ചൂടാകുമ്പോഴത്തേനും നമുക്കൊരു 1/2 ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നമുക്ക് നല്ലപോലെ കുറുകുന്നവരെ ഇളക്കി തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച കരിക്ക് ചേർത്ത് കൊടുക്കാം. കരിക്കിൻ്റെ വെള്ളം കൂടി പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ പഞ്ചസാര. ഈ ഇളനീർ പായസം അല്ലെങ്കിൽ കരിക്കിന്റെ പായസം എന്നുള്ളത് അധികാരം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. സംഭവം ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഈ പായസം നമ്മൾ തണുപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. നമുക്ക് ഇതിലേക്കൊരു 150 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ സ്വീറ്റൻ്റെ തന്നെ എടുക്കണം, എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് 2 ടൈപ്പ് ഉണ്ട്, മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതും. അപ്പോൾ സ്വീറ്റൻ്റെ എന്ന് എഴുതിയത് തന്നെ മേടിക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് 150 ഗ്രാം. പിന്നെ മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മസും വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി തേങ്ങയുടെ പാല്, ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയുടെ പാല് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന കരിക്ക് ചേർക്കാം. 1 കപ്പ് കരിക്കാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്ക് അവസാനമായി നേരത്തെ വറുത്ത് മാറ്റി വെച്ച കിസ്മസും കാഷ്യൂനട്ടും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് തണുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം.
ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മളുടെ ഇളനീർ പായസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം ജേർണി. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഈ ഇളനീർ പായസം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. ഉണ്ണിക്കുട്ട, അനോഷേ എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ട? സൂപ്പർ സാധനമാണ്. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. കലക്കാൻ സാധനമാണ് ഇളനീർ പായസം. പൊളി.